നമസ്കാരം. ലോകമെമ്പാടുമുള്ള സ്മാർട്ട് ഫോൺ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഐഫോണിനോട് വല്ലാത്തൊരു ആരാധനയുണ്ട് എല്ലാവർക്കും. കഴിഞ്ഞ വർഷത്തെ ഐഫോണിൽ എത്ര പോരായ്മകൾ ഉണ്ടായാലും ശരി, പുതിയ ഐഫോണിൽ പ്രതീക്ഷ വെച്ച് ആരാധകർ കാത്തിരിക്കും. ആപ്പിൾ തങ്ങൾക്കായി പുതിയ എന്തെങ്കിലും വരാൻ പോകുന്ന ഐഫോൺ സീരീസിൽ ഒരുക്കി വെക്കും എന്നാണ് ആരാധകർ അടിയറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് അടുത്ത് വരാൻ പോകുന്ന ഐഫോൺ 17 സീരീസിലെ പ്രോ മോഡലിന്റെ ചില വിശേഷണങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ലീക്ക് റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനമാക്കി. ഐഫോൺ 17 സീരീസിന്റെ ക്യാമറ യൂണിറ്റിലും ഡിസൈനിലും അടക്കം വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കുറച്ചുനാൾ മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അന്ന് പുറത്തു വന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിവരം ഐഫോൺ 17 പ്രോയിലെ ക്യാമറകൾ പിക്സൽ 9 പ്രോയുടെ ക്യാമറ ബമ്പ് പോലെയുള്ളതായിരിക്കും എന്നായിരുന്നു. അതായത് റിയർ പാനലിൽ നിന്ന് അല്പം ഉയർന്ന റെക്ടാങ്കുലർ ആകൃതിയിൽ നിൽക്കുന്ന വിധത്തിലുള്ളതാണ് പിക്സൽ 9 പ്രോയുടെ ക്യാമറ ബമ്പ്. പുതിയ ഐഫോൺ 17 പ്രോയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും മാത്രമല്ല ക്യാമറ ബമ്പിനുള്ളിൽ ഓരോ ലെൻസും പ്രത്യേകം എടുത്തു നിൽക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ മറ്റു മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും സാധ്യത 3D ചിത്രങ്ങളും വ്യത്യസ്തമാണെന്ന് പറയാം. ഇപ്പോൾ FPTയിലെ ജോൺ പ്രോസസർ പങ്കുവച്ചിരിക്കുന്ന 3D ചിത്രങ്ങൾ പുതിയ ഐഫോണുകളുടെ അന്തിമ രൂപം എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത് പ്രകാരം മുമ്പ് കണ്ടതുപോലെ നിരനിരയല്ല, മറിച്ച് 3 ലെൻസുകൾ ഇപ്പോഴും പതിവ് പോലെ ഇടതുവശത്താണ് കാണുന്നത്. എന്നാൽ ക്യാമറ യൂണിറ്റിന്റെ ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. ചതുരാകൃതിയിലുള്ള ഒരു ബമ്പിന് പകരം ഐഫോൺ 17 പ്രോയ്ക്ക് പിന്നിൽ ഒരു വിശാലമായ ക്യാമറ ബാർ ഉണ്ടായിരിക്കുമെന്നാണ് FPT ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. LED ഫ്ലാഷ്, അതുപോലെ തന്നെ മൈക്രോഫോൺ, ലിഡാർ സെൻസർ എന്നിവ ഉപയോഗിച്ചുള്ള വലതുവശമാണ് കാണുന്നതിൽ. റെൻഡറുകളിൽ കാണിച്ചിരിക്കുന്ന ബാർ മുൻ റെൻഡറുകളിൽ നമ്മൾ കണ്ടതിനേക്കാൾ വളരെ ഉയരമുള്ളതാണ്. ഐഫോൺ 17 പ്രോ നിലവിലെ മോഡലുകളേക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കുമെന്നാണ് തനിക്ക് വിശ്വസനീയ ഉറവിടങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ ആപ്പിൾ ഇതുവരെ ഇക്കാര്യങ്ങളെ കുറിച്ച് ഔദ്യോഗികമായി വെളിപ്പെടുത്തുകയോ സൂചന നൽകുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ തന്നെ ഈ വിവരങ്ങളെയെല്ലാം പൂർണ്ണമായും വിശ്വസിക്കാനുമാകില്ല. ലോഞ്ച് സമയത്ത് ചിലപ്പോൾ കാണുക ഇതുവരെ കേട്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഐഫോൺ സീരീസിനെ ആയിരിക്കുമെന്നും സാധ്യതയുണ്ട്. വരാൻ പോകുന്ന ഐഫോണിന്റെ റിയർ പാനൽ ഡിസൈനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ആപ്പിൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഉറപ്പിക്കണമെങ്കിൽ ഐഫോൺ 17 പ്രോയ്ക്കായി നിർമ്മിച്ച ആദ്യഘട്ട കേസുകൾ പോലുള്ള എന്തെങ്കിലും എത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ കൂടുതലും അഭ്യൂഹങ്ങളായി മാത്രമേ പരിഗണിക്കാനാവുകയുള്ളൂ. വരാൻ പോകുന്ന ഐഫോണിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഈ വിവരങ്ങൾക്ക് കഴിയുന്നുണ്ട്. പിഴയ്ക്കാത്ത ചൂടുകളുമായി ക്യാമറ കണ്ണിൽ കത്തുന്ന തീക്ഷണതയോടെ ഒരു കിടിലൻ ഐഫോൺ 17 പ്രോ ഇത്തവണ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.